കേരളത്തിൽ ശബരിമല വലിയ പ്രചാരണ വിഷയമാണ്. ഇപ്പോൾ BJP പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം എത്തുന്നത്. മതസ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി ചർച്ച വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത് സർക്കാരാണെന്ന് നേരത്തെ അറ്റോർണി ജനറൽ പരാമർശിച്ചിരുന്നു. പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവിനിടയാക്കിയത് ഏതെങ്കിലും സർക്കാർ ഉത്തരവോ കേസോ നിയമ നിർമ്മാണമോ അല്ല. 1991 ഹൈക്കോടതി വിധിയിലേക്കും ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയിലേക്കും എത്തിച്ചേർന്ന വ്യവഹാരങ്ങൾക്ക് ഇടയാക്കിയത് സർക്കാരിന്റെ ഏതെങ്കിലും തീരുമാനങ്ങളുമായിരുന്നില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതി ഉത്തരവ് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഒരു പൊതുതാൽപര്യ ഹർജിയെക്കുറിച്ച് അറിയണം. 1990 S. മഹേന്ദ്രൻ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് അയച്ച കത്ത് പൊതു താൽപര്യ ഹർജിയായി കോടതി പരിഗണിച്ചു. ഇതോടെയാണ് ശബരിമല സ്ത്രീപ്രവേശന വിഷയം കോടതി കയറിയത്. അല്ലാതെ LDF സർക്കാരോ ബന്ധപ്പെട്ടവരോ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായല്ല ഈ പ്രശ്നം ഉയർന്നു വന്നത്. 1957 ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും 146 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1811 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി രൂപം കൊടുത്തതാണ് ദേവസ്വം സംവിധാനം. ദേവസ്വത്തിന്റെയും ബ്രഹ്മസ്വത്തിന്റെയുമെല്ലാം ഉടമസ്ഥയായിരുന്ന നമ്പൂതിരി മേധാവിത്വത്തിന്റെ കീഴിൽ സമ്പത്ത് അളവില്ലാതെ കുന്നുകൂടിയതും മറ്റും സൃഷ്ടിച്ച സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം നടപ്പാക്കിയത്. ഇതിനെ പിൻപറ്റി പിന്നീട് 1897 പുതിയ ദേവസ്വം വകുപ്പ് രൂപീകരിക്കുകയും 1906 ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. 1922 ഏപ്രിൽ 22 മൂലം തിരുനാൾ രാമവർമ്മ ദേവസ്വം വിളംബരം വഴി റവന്യൂവിൽ നിന്ന് മാറ്റി. ഇത് പ്രകാരം ആകെ ലഭിക്കുന്ന ഭൂനികുതിയുടെ 40% ദേവസ്വം ഫണ്ടാക്കാനും പ്രതിവർഷം 25 ലക്ഷം സർക്കാർ ഗ്രാന്റായും നിശ്ചയിച്ചു. സ്വാതന്ത്ര്യാനന്തരം 1949 തിരുവിതാംകൂറും കൊച്ചിയും യോജിച്ച് തിരുക്കൊച്ചിയായപ്പോൾ കേന്ദ്ര സർക്കാരുമായുള്ള ധാരണാപ്രകാരം ഹിന്ദു മന്ത്രിയും രാജാവും ഹിന്ദു അധ്യക്ഷനും ഉൾപ്പെടെ 3 അംഗ ബോർഡ് നിലവിൽ വന്നു. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനായി. പൊതു ഖജനാവിൽ നിന്നുള്ള ഗ്രാന്റ് 25 ലക്ഷം എന്നത് 51 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു. നാട്ടുകാരും നടത്തിപ്പുകാരും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് 1949 തിരുവിതാംകൂർ ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. എന്നാൽ ഇന്ന് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലൊന്നു മാത്രമാണ് സർക്കാർ കൈവയ്ക്കുന്നതെന്നും ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിൽ സർക്കാർ പിടിച്ചെടുക്കുന്നില്ലെന്നുമാണ് സംഘപരിവാറിന്റെ മറ്റൊരു വാദം. ദേവസ്വം വഴി ഹിന്ദുക്കളായ ഭക്തരുടെ പണം സർക്കാർ ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. പകരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളുമടങ്ങുന്ന പൗരജനങ്ങൾ നികുതിയായി നൽകുന്ന കോടിക്കണക്കിന് രൂപ ഹിന്ദു ദേവാലയങ്ങൾക്ക് നൽകുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാർ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന വിധത്തിലാണ് ഇന്ന് പ്രചാരണങ്ങൾ നടക്കുന്നത്. ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നതും.